ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് കുറേ കറിവേപ്പില ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ കുറേ നാളിരിക്കും, അങ്ങനെ ചെയ്താൽ കുറേ നാളിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിക്ക് വർക്കായ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. നാട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഞെട്ടെല്ലാം അടർത്തി ഇല മാത്രമായിട്ട് ഊരിയെടുക്കണം. ഞാനിവിടെ നോർമൽ പച്ചവെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. പറമ്പിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് കീടനാശിനി ഒന്നുമില്ലെന്ന് നമുക്കറിയാമല്ലോ. ഇനി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്താൽ മതി. ഇനി ഒരു കോട്ടൺ തുണിയിലേക്ക് നേരത്തെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങണം. വെള്ളമയം ഒട്ടും തന്നെ പാടില്ല. ഉണങ്ങിയ ശേഷം കുറച്ച് വലിയൊരു കണ്ടെയ്നറിലേക്ക് ആദ്യം തന്നെ ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് പകുതിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ മുഴുവനായിട്ടും കറിവേപ്പില നിറച്ച് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഇത് കുറച്ച് അധികം നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ വരുന്ന വെള്ളം ഈ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചിട്ടുണ്ടാവും. അതെടുത്ത് മാറ്റിയിട്ട് വേറെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എപ്പോഴും എടുക്കാനുള്ളത് ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം. അതും ടിഷ്യൂ വെച്ച് ക്ലോസ് ചെയ്തിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം. ഇത് തീരുമ്പോൾ വീണ്ടും നിറച്ച് കൊടുത്താൽ മതി. എപ്പോഴും തുറക്കാത്തതുകൊണ്ട് വലിയ കണ്ടെയ്നറിലുള്ളത് ഫ്രഷ് ആയി തന്നെ ഇരിക്കും.